We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. The tidings we bring to you and your kin. We wish you a Merry Christmas and a Happy New Year. Now bring us some figgy pudding. Now bring us some figgy pudding. Now bring us some figgy pudding and bring it out here. The tidings we bring to you and your kin. We wish you a Merry Christmas and a Happy New Year. For we all like figgy pudding. For we all like figgy pudding. For we all like figgy pudding. So bring it out here. The tidings we bring to you and your kin. We wish you a Merry Christmas and a Happy New Year. We won't go until we get some. We won't go until we get some. We won't go until we get some. So bring some out here. The tidings we bring to you and your kin. We wish you a Merry Christmas and a Happy New Year. We wish you a Merry Christmas. We wish you a Merry Christmas. Night, if we go for a ride,
മാറ്റി വിനയത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും മൃദുല ഭാവം കൊണ്ട് ഹൃദയത്തെ അലങ്കരിച്ചാൽ അവിടെ യേശു വന്ന് പിറക്കുമെന്ന ഉറപ്പിൻ്റെ ദിവസമാണ് ക്രിസ്മസ്. ക്രിസ്മസിന് ഒരു ലക്ഷ്യമുണ്ട്. നന്മയുടെ നറുമണം പരത്തി നല്ല നാളേക്ക് മനുഷ്യനെ ഒരുക്കുക എന്നതാണത്. യേശുവിൻ്റെ പിറവി ലോകത്തിന് പ്രകാശം പരത്തുന്ന ആത്മീയ സത്യമാണ്. ജാതി മത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ ഏവരും സന്തോഷത്തിലും സമാധാനത്തിലും ദൈവിക സ്നേഹത്തിലും കഴിയുകയെന്നതാണ് ക്രിസ്മസിൻ്റെ സന്ദേശം. അത് ജീവിതത്തിൽ പകർത്തുവാനും ജീവിതത്തെ പുതുക്കുവാനും ക്രിസ്മസ് ആഘോഷങ്ങൾ അവസരമായി തീരട്ടെ. നക്ഷത്രങ്ങളും ക്രിസ്മസ് ട്രീകളും പുൽക്കൂടുകളും കരോൾ ഗാനവുമൊക്കെയായി നാടും നഗരവും ക്രിസ്മസിനെ വരവേൽക്കുന്നു. ജാതിമത ചിന്തകൾക്കപ്പുറം ലോകജനത ഒന്നായി ക്രിസ്മസ് ആഘോഷിക്കുന്നു. സന്തോഷവും സമാധാനവും നിറഞ്ഞ ഈ ദിനം എന്നും ഒരു ഒത്തുകൂടലിനുള്ള വേദിയാണ് ഒരുക്കുന്നത്. പ്രകാശവും സ്നേഹവും നിറഞ്ഞ ഈ ക്രിസ്മസ് കാലം ജീവിതത്തിൽ എന്നും ഓർമ്മപ്പെടുത്തുന്നതാവട്ടെ. നമ്മൾ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷിക്കുന്നത് ഒത്തിരിയേറെ പരിമിതികളിലും ആശങ്കകൾക്കിടയിലും നിന്നുകൊണ്ടാണ്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൊറോണ വൈറസ് ഉണ്ടാക്കിയ മാറ്റങ്ങളോട് നമ്മൾ ഇനിയും പൊരുത്തപ്പെട്ടിട്ടില്ല. മനസ്സിൽ ഒത്തിരി ഭയങ്ങളും ആകുലതകളുമുണ്ട്. എങ്കിലും ദൈവപരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് തിരുക്കുടുംബം ആദ്യത്തെ ക്രിസ്മസ് ആഘോഷിച്ചതുപോലെ നമുക്കും ദൈവപരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ ക്രിസ്മസ് ആഘോഷിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ നേരുന്നു. ക്രിസ്മസ് ട്രീ ഒന്നും വെക്കണല്ലേ? നമ്മുടെ കഴിഞ്ഞ വർഷത്തെ സ്കൂളിലെ ക്രിസ്മസ് എന്ത് രസമായിരുന്നു അല്ലേ? ക്രിസ്മസ് പ്രോഗ്രാംസും ഗിഫ്റ്റ് എക്സ്ചേഞ്ചും ഒക്കെ ആയിട്ട് എന്ത് രസമായിരുന്നു. അപ്പൊ അത് ഓർക്കുമ്പോ സങ്കടാവുക. ഇപ്പോഴത്തെ ക്രിസ്മസ് അങ്ങനെ ആഘോഷിക്കാൻ പറ്റില്ലല്ലോ. അല്ലേ വാ, നീ എന്തൊന്നും മിണ്ടാത്തേ? നിനക്കൊരു ഉഷാറില്ലല്ലോ. നിന്റെ ക്രിസ്മസ് പരിപാടികൾ എന്തൊക്കെയാന്ന് പറ. അല്ല, നിന്റെ കഴിഞ്ഞ ഗൂഗിൾ മീറ്റ് കണ്ടില്ലല്ലോ, എന്ത് പറ്റി? അതെ, എന്റെ അമ്മയുടെ ഫോണില് നെറ്റ് കഴിഞ്ഞേക്കാറുന്നൂടി. അതാ ഞാൻ ഗൂഗിൾ മീറ്റിൽ ജോയിൻ ചെയ്യാറുന്നത്. പിന്നെ ടീച്ചർ എന്തെങ്കിലും പ്രത്യേകിച്ച് വല്ല കാര്യങ്ങളെങ്ങാനും പറഞ്ഞിട്ടുണ്ടായിരുന്ന? അമ്മയാണെങ്കിൽ പിന്നെ ടീച്ചറെ വിളിക്കണം എന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ക്രിസ്മസ് ആയിട്ട് എനിക്ക് വലിയ ആഘോഷമൊന്നുമില്ല. കൊറോണ കാരണം പപ്പയ്ക്കൊന്നും ഇപ്പൊ ഓട്ടമൊന്നുമില്ല. അത് കാരണം വീട്ടിലെ കാര്യങ്ങളൊക്കെ വലിയ കഷ്ടത്തിലാ. അയ്യോ ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഇവിടെയും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. എങ്കിലും പപ്പയ്ക്കൊരു സ്ഥിരം ജോലിയുള്ള കാരണം അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. നീ വിഷമിക്കാതിരിക്കടി, എല്ലാം ശരിയാകുന്നേ. എനിക്ക് പുതിയ ഡ്രസ്സ് എടുക്കാത്തതിലോ ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റാത്തതിലോ വലിയ സങ്കടമൊന്നുമില്ല. പിന്നെ ഉണ്ണിയാണെങ്കിൽ സ്റ്റാർ ഇടണം, ക്രിസ്മസ് ട്രീ ഉണ്ടാക്കണം, കേക്ക് വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലാ. പിന്നെ പപ്പ ഈ ജോലി ഇല്ലാണ്ടിരിക്കണ കാണുമ്പോഴാ എനിക്ക് സങ്കടം. നീ വിഷമിക്കാതിരിക്കേ, ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ. ഞങ്ങൾ പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പൊ ശരി, ഞാൻ പിന്നെ വിളിക്കാം. അമ്മേ, ഫോൺ ബെല്ലടിക്കണേ. ഇതെന്റെ ഫ്രണ്ട് ദിയാണ്. ആ ദിയ, ഞാൻ നിന്റെ അടുത്തൊരു കാര്യം പറഞ്ഞിരുന്നില്ലേ? നമ്മുടെ ഇവയുടെ കാര്യം. നമുക്ക് എന്താ ചെയ്യാൻ പറ്റാ? ഞാൻ ഈ കാര്യം നമ്മുടെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞു. എല്ലാവർക്കും അവരുടേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, എന്നാലും അവർക്ക് പറ്റുന്ന രീതിയിൽ സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്കൊരു കുറച്ച് കാശ് കൊടുക്കുന്നുണ്ട്.
അത് പൊട്ടിച്ചപ്പോ ഒത്തിരി പൈസ കിട്ടി. പിന്നെ പപ്പ സഹായിക്കാന്ന് പറഞ്ഞു. അത് മതിയാവില്ലേ? ഹലോ ദിയ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും നന്നായി സപ്പോർട്ട് ചെയ്തില്ലേ? ഹലോ ഫിയോണ. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം അവരാൾ കഴിയുന്ന തരത്തിലൊക്കെ മാക്സിമം ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അതല്ലേ പ്രശ്നം, നമ്മളെല്ലാരും പല സ്ഥലത്തല്ലേ. അപ്പൊ നമ്മൾ ഈ എമൗണ്ട് ഒക്കെ കളക്ട് ചെയ്ത് എങ്ങനെയാ ഇവിടെ കയ്യിലെത്തിക്കുക? അത് ഓർക്കുമ്പോഴാ എനിക്കിപ്പോ ഒരു ടെൻഷൻ. ഇതാണ് ഇത്രയും വലിയ പ്രശ്നം. നീ ഒരു കാര്യം ചെയ്യ്, യുവാടെ പപ്പയുടെ അക്കൗണ്ട് നമ്പർ ഒന്ന് സെൻഡ് ചെയ്ത് തരാൻ പറ. അപ്പൊ നമുക്ക് അതിലേക്ക് പൈസ അയക്കാലോ. ഇപ്പൊ പ്രശ്നം സോൾവ് ആയില്ലേ? ഈ നിസ്സാര കാര്യത്തിനാണോ നീ ഇത്രയും ടെൻഷൻ അടിച്ചത്? സൂപ്പർ ഐഡിയ, വെരി ഗുഡ്. ഞാനിപ്പോ ഇവരെ എല്ലാരും വിളിച്ചു പറയട്ടെ. എന്നാ ശരി, ഓക്കെ, ബൈ. ദിയ, നമ്മൾ വിചാരിച്ചതിലും കൂടുതൽ എമൗണ്ട് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ എനിക്കൊരു ഐഡിയ, ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മറ്റാരെങ്കിലോ അല്ലെങ്കിൽ പിന്നെ ചികിത്സക്ക് പണമില്ലാതെ വിഷമിക്കുന്ന ഒരാളെയും കൂടി നമുക്ക് സഹായിച്ചാലോ ഒന്ന്.